ഇറാന് നേരെ US ഇസ്രയേൽ സംയുക്താക്രമണം മൂന്നാം ദിവസത്തിലേക്ക്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് ഇറാന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ആശങ്ക തുടരുകയാണ്. അജയ് സുധ ബിജു ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, 4 ആഴ്ച കൂടി ഈ യുദ്ധം നീളാനുള്ള സാധ്യതയാണ് ട്രംപിന്റെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ പ്രത്യാക്രമണം തുടരുന്നു എന്ന വിവരങ്ങൾ വരുന്നു. എത്രമാത്രം കലുഷിതമാണ് പശ്ചിമേഷ്യ? തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ഈ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതും ഇന്ന് രാവിലെ ഉള്ള ഏറ്റവും വലിയ ആശങ്കയോടെ നമ്മൾ നോക്കിക്കണ്ട കാര്യം ട്രംപിന്റെ പ്രസ്താവന തന്നെയായിരുന്നു. അതായത് ട്രംപ് പറഞ്ഞത് ഇറാൻ പോലെ ഒരു വലിയ രാജ്യത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിൽ യുദ്ധം ഏതാണ്ട് 4 ആഴ്ച വരെ നീളാൻ സാധ്യതയുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അദ്ദേഹം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ വഴിയും അദ്ദേഹത്തിന്റെ പ്രസ്താവന ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 3 അമേരിക്കൻ സൈനികർക്കാണ് ആൾനാശം ഉണ്ടായതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇവരുടെ ജീവന് പകരം ചോദിക്കും എന്നും ട്രംപ് തന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ട്രംപ് ഇത്തരം തിരിച്ചടികളുമായി മുന്നോട്ട് പോകും എന്ന് പറയുമ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില വാർത്തകൾ ആശ്വാസജനകമായിരുന്നു. അതായത് ഒമാന്റെ നേതൃത്വത്തിൽ ഒരു തുടർ ചർച്ചകൾക്ക് ഇറാൻ ആലോചിക്കുന്നു. അവിടെ ഇന്നലെ വന്ന അലി ലാരിജാനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പുതുതായി ഇത്തരം ചില ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കാൻ ആലോചനയിലുണ്ട് എന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അലി ലാരിജാനി പിന്നീട് എക്സ് വഴി പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെ ഇത്തരം വാദങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. അതായത് ഈ ഒരു വാർത്ത തെറ്റാണ്, അമേരിക്കയുമായി യാതൊരുവിധ നയതന്ത്ര ചർച്ചകൾക്കും ഞങ്ങൾ തയ്യാറല്ല, ഒരു തരത്തിലുള്ള നെഗോസിയേഷനും നടക്കില്ല എന്നാണ് അലി ലാരിജാനി പിന്നീട് വ്യക്തമാക്കിയത്. ഇദ്ദേഹം എന്ന് പറയുന്നത് അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രാധാന്യമുണ്ട്. അവിടെ പുതുതായിട്ട് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വന്ന പുതിയൊരു ഭരണകൂടത്തിന് നേതൃത്വം വഹിക്കുന്നത് ഇദ്ദേഹമാണെന്ന് ഉൾപ്പെടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഇത്തരം ഒരു പ്രസ്താവന ഇറാൻ നടത്തിയതോടുകൂടി മേഖലയിലുള്ള സമാധാന ശ്രമങ്ങൾ അത് കൂടുതൽ ഒരു സങ്കീർണമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും ലെബനൻ മേഖലയിലേക്കാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപേ ഇറാഖിലേക്ക്